ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഹാപ്പി ഡേയ്സ് UK ഫാമിലി വ്ളോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ILR ഡിപ്പെൻഡൻറ്റിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോം ഫില്ല് ചെയ്തേക്കുന്നതെന്ന് ഫസ്റ്റ് ഞാൻ പറയാം. ആദ്യമായിട്ട് ആപ്ലിക്കൻ്റ് നെയിം കൊടുക്കുക, പിന്നെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൺഫർമേഷൻ വരും. അതിനുശേഷം നമ്മൾ ആ ഇമെയിൽ ID ഉപയോഗിച്ച് അവർ നമുക്കൊരു ലിങ്ക് അയക്കും. അതിൽ കയറിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ അവർ ചോദിക്കുന്നത് ഹൂ ഡസ് ദിസ് ഇമെയിൽ അഡ്രസ് ബിലോങ് ടു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആപ്ലിക്കൻറ്റിൻ്റെ നെയിമെന്ന് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം സെലക്ട് കാറ്റഗറി ഇൻ വിച്ച് യു ആർ അപ്ലൈയിങ് ഫോർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അതായത് മെയിൻ ആപ്ലിക്കൻ്റ് ഏത് വിസ ടൈപ്പാണോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കിൽഡ് വർക്കർ വിസ, ഇപ്പോൾ ടയർ 2, അങ്ങനെ കറക്റ്റായിട്ട് എക്സാക്ട്ലി അവരുടെ നമ്മുടെ പാർട്ട്ണറുടെ ILRൽ എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കുക. എന്നിട്ട് ആർ യു ദ പാർട്ട്ണർ ഓർ ചൈൽഡ് ഓഫ് യു സ്പോൺസർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് യെസ് കൊടുക്കുക. പിന്നെ പാർട്ട്ണറാണെങ്കിൽ പാർട്ട്ണർ എന്ന് കൊടുക്കുക, ചൈൽഡ് ആണെങ്കിൽ ചൈൽഡ് കൊടുക്കുക. ആർ യു കറൻ്റ്ലി ഇൻ ദ UK? യെസ്. ഡു യു കറൻ്റ്ലി ഹാവ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ദ ഹോം ഓഫീസ് ഫോർ ലീവ് ടു റിമെയിൻ ഫോർ വിച്ച് യു ഹാവ് നോട്ട് യെറ്റ് റിസീവ് ഡിസിഷൻ? അപ്പോൾ നമുക്കിപ്പം അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോ എന്ന് കൊടുക്കുക. ഇമിഗ്രേഷൻ അഡ്വൈസറുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അത് ഡു യു ഹാവ് എൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ UK എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക. അത് നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോ എന്ന് കൊടുക്കുക. ദ പേഴ്സൺ യു ആർ ജോയിനിങ് ഓർ അക്കമ്പനിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ആപ്ലിക്കൻ്റ്, അതായത് നമ്മുടെ പാർട്ട്ണറുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനാണ് മെയിൻ ആപ്ലിക്കൻ്റ്. അപ്പം ഈ ഒരു ILR ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ചൈൽഡിനും ഉള്ളതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ നെയിമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ദ പേഴ്സൺ യു ആർ ജോയിനിങ് ഓർ കമ്പനി എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ടൈറ്റിൽ എന്ന് കൊടുക്കുക, ഗിവൺ നെയിം, സർ നെയിം കൊടുക്കുക. അതിനുശേഷം എന്താണ്, അതായത് പാർട്ട്ണറുടെ, അതായത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആളുടെ, അതായത് മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പാർട്ട്ണർ ബ്രിട്ടീഷ് നാഷണാലിറ്റി ആണെങ്കിൽ അതായത് ബ്രിട്ടീഷ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. ദെൻ വാട്ട് ഈസ് ദ മെയിൻ ആപ്ലിക്കൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഏത് വിസയിലാണ് അവർക്ക് പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്തേക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ലേ അത് തന്നെ, സ്കിൽഡ് വർക്കർ വിസ അതായിരിക്കും മെയിൻലി നഴ്സസിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് കൊടുക്കുക. ഡു യു ഹാവ് വൺ ഓഫ് ദീസ് റെഫറൻസസ് നമ്പേഴ്സ് ഫോർ എന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രീവിയസ്ലി അപ്ലൈ ചെയ്ത നമ്പർ നമ്മളടുത്തുണ്ടാകും, അത് ജസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇഫ് ദേ ഹാവ് വൺ, വാട്ട് ഈസ് ദ മെയിൻ ആപ്ലിക്കൻറ്റ് സ്പോൺസർ ലൈസൻസ് നമ്പർ. അപ്പോൾ നമ്മുടെ COSൽ നമ്മുടെ ലൈസൻസ് നമ്പർ ഉണ്ടാവുമല്ലോ, അത് കൊടുക്കുക. പിന്നെ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഐ ഹാവ് ദ പാസ്പോർട്ട് നമ്പർ. നിങ്ങൾക്ക് പാസ്പോർട്ട് നമ്പർ, അവരുടെ പാസ്പോർട്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് യെസ് കൊടുക്കുക. എന്നിട്ട് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ കൊടുക്കുക. പിന്നെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് നമ്പർ കൊടുക്കുക. പിന്നെ അവരുടെ ഹോം ഓഫീസ് റെഫറൻസ് നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക, ഹോം ഓഫീസ് റെഫറൻസ് നമ്പർ. ഐ ഹാവ് ദർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് നമ്പർ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. എന്നിട്ട് ബയോമെട്രിക് BRPയുടെ നമ്പർ കൊടുക്കുക. പിന്നെ എന്താ നോ ഐ ഡോണ്ട് ഹാവ് എനി ഓഫ് ദ എബവ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഈ പേഴ്സണൽ ഇൻഫർമേഷനിൽ കൊടുക്കേണ്ടത് ആരാണോ ആപ്ലിക്കൻ്റ്, അതായത് ഡിപ്പെൻഡൻറ്റ്, ആ ഡിപ്പെൻഡൻ്റാണല്ലോ നമ്മളിപ്പോൾ അപേക്ഷിക്കുക ആപ്ലിക്കൻ്റ്, അതാണ് ഇപ്പോഴത്തെ ആപ്ലിക്കൻറ്റ്. ഓക്കെ. അപ്പോൾ ആപ്ലിക്കൻ്റെ പേര്, ഫുൾ നെയിം, അതായത് ഗിവൺ നെയിം ആൻഡ് ഫാമിലി നെയിം. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അഡീഷണൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നെയിമിൽ അറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോ ആണെങ്കിൽ നോ, യെസ് ആണെങ്കിൽ യെസ്. പിന്നെ ഈ ഇമെയിൽ അഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ, കോൺടാക്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് കൊടുക്കുക. അതായത് നമ്മൾ ആപ്ലിക്കൻ്റെ ഒരു ഇമെയിൽ ID ഫസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ അത്. ഓക്കെ. പിന്നെ ചോദിക്കുന്നത് പോസ്റ്റൽ അഡ്രസ്സാണ് ചോദിക്കുന്നത്. നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ഈസ് ദിസ് വേർ യു ലീവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് കൊടുക്കുക. എപ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, ഈ അഡ്രസ്സിൽ ലീവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളത് വിത്തിൻ ഇയർ ആണെങ്കിൽ അവർ പ്രീവിയസ് അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ പ്രീവിയസ് അഡ്രസ്സും കൂടെ കൊടുക്കുക.
വാട്ട് ഈസ് യുവർ സെക്സ് as shown in your passport or the travel document. അപ്പം ഏതാണോ പാർട്ട്ണറുടെ സെക്സ് അത് കൊടുക്കുക. പിന്നെ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാരീഡ് ഓർ സിവിൽ പാർട്ട്ണർ അതാണ് മെയിൻലി വരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സൂട്ട് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് മെയിൻലി ഈ പെർട്ടിക്കുലർ ആപ്ലിക്കൻ്റ്, അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അയാളുടെ പേരാണ്. ഇപ്പോൾ മീൻസ് ഫോർ എക്സാമ്പിൾ മൈ ഹസ്ബൻഡ്, അതാണ് ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. കൺട്രി ഓഫ് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, കൺട്രി ഓഫ് ബർത്ത്, ദെൻ പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ഡു യു ഹാവ് വാലിഡ് പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട്, യെസ് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കുന്നുണ്ട്, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, കൺഫേം യു ക്യാൻ പ്രൊവൈഡ് ദിസ് പാസ്പോർട്ട്. അപ്പം ഐ ക്യാൻ പ്രൊവൈഡ് ദിസ് പാസ്പോർട്ട് ഇഫ് റിക്വയർഡ്, അത് കൊടുക്കാം. ഡു യു ഹാവ് എ വാലിഡ് നാഷണാലിറ്റി കാർഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഡു യു ഹാവ് കറൻ്റ്ലി ഹോൾഡ് ഓർ ഹാവ് യു എവർ ഹെൽഡ് എനി അതർ നാഷണാലിറ്റി ഓർ സിറ്റിസൺഷിപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോ കൊടുക്കുക. ഹൗ മെനി ഡേയ്സ്, വീക്സ്, മന്ത്സ് ഓർ ഇയേഴ്സ് ഹാവ് യു ലിവ്ഡ് അറ്റ് ദിസ് അഡ്രസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സിൽ, ഇപ്പോൾ കൊടുത്തേക്കുന്ന അഡ്രസ്സിൽ അപ്പം എത്ര മന്താണെന്ന് കൊടുക്കുക. ഇപ്പോൾ മന്ത്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഇയേഴ്സിലാണെങ്കിൽ അവർ പ്രീവിയസ് അഡ്രസ്സും ചോദിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഓൺ സ്റ്റാറ്റസ്, അത് റെൻറ്റിങ് ആണോ അല്ലെങ്കിൽ ഓണറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐ ഓൺ ഇറ്റ് അല്ലെങ്കിൽ റെൻറ്റ് ഇറ്റ്, നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അത് കൊടുക്കുക. പ്രൊവൈഡ് യു ടെലിഫോൺ നമ്പർ കൊടുക്കുക, നമ്പർ കൊടുക്കുക. പിന്നെ വെർ യൂസ് ദിസ് ടെലിഫോൺ നമ്പർ. അപ്പോൾ നമ്മൾ യു കെയിലായിരിക്കുമ്പോഴാണല്ലോ ടെലിഫോൺ നമ്പർ വയ്ക്കുന്നത്. അപ്പോൾ ഫോർ യൂസ് വൈൽസ്റ്റ് ഇൻ ദ യു കെ എന്ന് കൊടുക്കുക. അതിനുശേഷം does the period of stay on which the application was based include any leave granted since 11 January 2018. അപ്പോൾ എസ് എന്ന് കൊടുക്കുക. നമ്മളിപ്പം പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുക. ഹാവ് യു ഹാഡ് എനി ആബ്സെൻസസ് ഫ്രം ദി യു കെ ഡ്യൂറിങ് എനി ലീവ് ഗ്രാൻഡഡ് സിൻസ് 11 January 2018 എന്നാണ് എൻ്റെ ഹസ്ബൻഡിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആ ഡേറ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പം എസ് എന്ന് കൊടുത്തു. പിന്നെ ട്രാവൽ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട് അടുത്തായിട്ട്. അപ്പോൾ ഏതെങ്കിലും വിസ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടോ, റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ, യു കെ ബോർഡറിൽ റിമൂവ് ചെയ്തിട്ടുണ്ടോ, ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോയാണ് വരുന്നത്. അപ്പോൾ നോ കൊടുക്കുക. ട്രാവൽ ഹിസ്റ്ററി, ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അത് യെസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് അവരവിടെ ചോദിക്കും റീസൺ, ആ റീസൺ അവിടെ കാണിച്ചാൽ മതി. ഓക്കെ. Then travel history, have you ever been refused a visa of any country other than the UK, deported from any country other than the UK? ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക. ഇങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. പിന്നെ അതർ ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾ ക്രൈംസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, പിന്നെ എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അതപ്പോൾ നമ്മളെ അതൊന്നും ബാധിക്കാത്തത് കൊണ്ട്, അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആകാത്തതുകൊണ്ട് നമ്മളെല്ലാം നോ എന്ന് കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വന്നിരിക്കുന്നത് നോ എന്നുള്ള ആൻസറാണ്. പിന്നെ അതിനുശേഷം ഇമിഗ്രേഷൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ നമ്മൾ വെൻ ഡിഡ് യു ഫസ്റ്റ് എൻ്റർ ദി യു കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ 6 November, ഇപ്പം ഏതാണോ ഡേറ്റ് അത് കൊടുക്കുക. എപ്പോഴാണ് ഇവിടെ എത്തിയത്, നമ്മുടെ പാസ്പോർട്ടിൽ കൃത്യമായിട്ട് അവർ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടാവല്ലോ, ആ ഡേറ്റാണ് കൊടുക്കുക. ഹാവ് യു സ്പെൻഡ് എനി ഓഫ് യുവർ 2, 3 or 5 year കണ്ടിന്യൂസ് പീരീഡ് ആസ് അപ്രോപ്രിയേറ്റ് വിത്ത് ലീവ് ടു എൻ്റർ ഓർ റിമെയിൻ ഇൻ ദ ക്രൗൺ ഡിപ്പെൻഡൻസീസ്. നമ്മൾ ക്രൗൺ ഡിപ്പെൻഡൻസീസ് അല്ല, അതായത് യു കെയുടെ ചെറിയ വേറെ ഭാഗങ്ങളാണത് ക്രൗൺ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അവിടെയല്ല നമ്മൾ പ്രോപ്പർ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ എന്ന് കൊടുത്തു. വിച്ച് കൺട്രീസ് ഡിഡ് യു വിസിറ്റ് ഓർ ട്രാവൽ ത്രൂ വെൻ ആബ്സെൻറ്റ് ഫ്രം ദ യു കെ ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ യു കെയിലും ക്രൗൺ ഡിപ്പെൻഡൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഡിപ്പെൻഡൻറ്റും ILR കൊടുക്കാം. അപ്പോൾ അത് എക്സാക്റ്റ് ഏത് ലൊക്കേഷനാണെന്ന് അറിയാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചപ്പോൾ യു കെയിലോ അല്ലെങ്കിൽ ക്രൗൺ ഡിപ്പെൻഡൻസിയിലോ എവിടെയെങ്കിലും താമസിച്ചപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടുണ്ടോ, അതായത് യു കെയിൽ നിന്ന് ആബ്സെൻ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് ഇന്ത്യ കൊടുക്കുക. അത് ആക്ച്വലി 2 weeks മോർ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 weeks മോർ വേറെ എവിടെയും പോയിട്ടില്ല, അപ്പോൾ ഇന്ത്യ തന്നെ കൊടുത്തു. വെൻ ഡിഡ് യു ലീവ് ദി യു കെ ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ നമ്മൾ ലീവിന് നാട്ടിൽ പോകുമല്ലോ, ആ ഡേറ്റ്സാണ് കൊടുക്കേണ്ടത്. നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന ഡേറ്റാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ എൻട്രി ഡേറ്റ് ഉണ്ടാവും, അത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും, അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ വാട്ട് വാസ് ദ റീസൺ ഫോർ ദിസ് ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദി യു കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ടു വിസിറ്റ് മൈ ഫാമിലി ബാക്ക് ഹോം ഇൻ ഇന്ത്യ, അങ്ങനെ എന്തെങ്കിലും റീസൺ കൊടുക്കുക. എന്താണ് എക്സാക്ട് റീസൺ അത് കൊടുക്കുക. വിച്ച് കൺട്രീസ് ഡിഡ് യു വിസിറ്റ് ഓർ ട്രാവൽ ത്രൂ വെൻ ആബ്സെൻറ്റ് ഫ്രം ദ യു കെ. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടോ അതിങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് എന്തിനാണ് പോയെന്ന് കൊടുക്കുക, അതിൻ്റെ എൻട്രി എക്സിറ്റ് ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം അടുത്ത പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ
അതായത് വിത്തിൻ 5 ഇയർ ഓഫ് ടൈമിൽ നമ്മൾ എപ്പോഴെങ്കിലും UK വിട്ട് പോയിട്ടുണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിൻ്റെ എന്താണ് റീസൺ എന്നും കൊടുക്കുക. പിന്നെ കൺവിക്ഷൻസ് ആൻഡ് അതർ പെനാൽറ്റീസ് എന്ന ഹെഡിങ്ങിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോ, ഐ ഹാവ് നെവർ ഹാഡ് എനി ഓഫ് ദിസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡു യു ഹാവ് എനി ഹോം ഓഫീസ് റെഫറൻസ് നമ്പർ. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്തേക്കിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത്. ഹാവ് യു പ്രീവിയസ്ലി ലിവ്ഡ് ഇൻ എ കൺട്രി ഔട്ട്സൈഡ് ദി UK ഇൻക്ലൂഡിങ് യുവർ ഹോം കൺട്രി ഓഫ് ബർത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വേറെ എവിടെയും താമസിച്ചിട്ടില്ല, അപ്പം നോ എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡു യു ഹാവ് എ ഡിഗ്രി ദാറ്റ് വാസ് ടോട്ട് ഇൻ ഇംഗ്ലീഷ്. അത് ആക്ച്വലി എസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഹാവ് യു പാസ്ഡ് ആൻ അപ്രൂവ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ചോദിക്കുന്നുണ്ട്, അത് യെസ് കൊടുക്കുക. Did the test assess your speaking and listening skills at a level equivalent to CEFR B1 or higher? അത് ഒരു പ്രത്യേക ഒരു ടെസ്റ്റാണ് കേട്ടോ, B1 ലെവൽ ഇംഗ്ലീഷ് ടെസ്റ്റ്, അതെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ IELTS ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ IELTS സാധാരണ നോർമൽ, അതായത് അക്കാദമിക് IELTS എടുത്താൽ പോരാ. അതിന് പകരം നിങ്ങൾ UKVI എന്ന് പറയുന്ന IELTS എടുത്താൽ മാത്രമേ അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ 4.5 എബവ് മാർക്ക് മതി. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് അവർ നോക്കുന്നത്. അപ്പം ആക്ച്വലി B1 ലെവൽ മതി. ശരിക്കും അതൊരു സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ടെസ്റ്റ്, ഒരു ടൈപ്പ് ഓഫ് എക്സാം ഉണ്ട്. അത് എൻ്റെ ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ട്രിനിറ്റി കോളേജിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു B1 ലെവൽ എക്സാമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്, അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അവർ നമുക്ക് ഇമെയിലിൽ അയച്ചു തരും, പിന്നെ ഡയറക്റ്റായിട്ടും അയച്ചു തരും. ഓക്കെ, ഹാവ് യു പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി ഇൻ എ പ്രീവിയസ് ആപ്ലിക്കേഷൻ. അങ്ങനെ പ്രീവിയസ് ആപ്ലിക്കേഷൻ അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ എന്ന് കൊടുക്കുക. പിന്നെ കറണ്ട് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് എ കറണ്ട് നാഷണൽ ഇൻഷുറൻസ് നമ്പർ. അതായത് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. ഡു യു ഹാവ് എ വിസ, ലീവ് ടു എൻ്റർ ഓർ റിമെയിൻ ഓർ അതർ പെർമിഷൻ ടു ബി ഇൻ ദ UK എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് കൊടുക്കുക. ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ BRP കയ്യിലുണ്ടല്ലോ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത BRP ഹസ്ബൻഡിന്. വാട്ട് ഈസ് ദ എൻഡ് ഡേറ്റ് ഓഫ് യുവർ മോസ്റ്റ് റീസെൻറ്റ് വിസ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എപ്പോഴാണോ വിസ എക്സ്റ്റെൻഡ് ആവുന്നത്, അതായത് ടിൽ വാട്ട് ഡേറ്റ് ദാറ്റ് ഇസ് വാലിഡ്, ആ ഡേറ്റ് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോമെട്രിക് പ്രസിഡൻസ് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ആർ യു ഏബിൾ ടു പ്രൊവൈഡ് ബയോമെട്രിക് BRP കാർഡ് വിത്ത് ദിസ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് ആൻഡ് ഇറ്റ് ഇസ് വാലിഡ്. പ്ലേസ് ഓഫ് ഇഷ്യൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ UK ആണ് വരിക. എൻട്രി യുവർ പെർമിറ്റ് നമ്പർ ഉണ്ടല്ലോ, അതായത് റൈറ്റ് ഹാൻഡ് കോർണറിൽ BRPയുടെ നമ്പർ ഉണ്ട്, ആ നമ്പർ കൊടുക്കുക. ഇഷ്യൂ ഡേറ്റ്, പിന്നെ എക്സ്പയറി ഡേറ്റ് അത് കൊടുക്കുക. ഓക്കെ, നോളജ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലൈഫ് ഇൻ ദ UK എന്ന് ചോദിക്കുന്നുണ്ട്. ഹാവ് യു പാസ് ദ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻറ്റിനും, അതായത് 18 ഇയേഴ്സ് മുകളിലാണെങ്കിൽ അഡൾട്ടിന് എന്തായാലും എക്സാം എഴുതണം. ILR ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നമ്മുടെ എക്സാം പാസ്സാവണം, ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് പാസ്സാവണം. അപ്പം അത് ഓൾറെഡി എടുത്ത് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെടുത്ത് അതിൻ്റെ പാസ്സായി കഴിയുമ്പോൾ അവർ നമുക്കൊരു യുണീക്ക് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ തരും. ആ റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ലൈഫിൻ്റെ UK ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ ചോദിക്കുന്നത് യെസ്. പിന്നെ അതിൻ്റെ അവർ തന്നേക്കുന്ന പാസ്സായി കഴിയുമ്പോൾ അവർ തന്നേക്കുന്ന അതായത് ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്, ആ റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ ഫിനാൻസ് എന്ന് ചോദിക്കുന്നത്, ഡു യു ഓർ എനി വൺ എൽസ് ഹു ഈസ് പാർട്ട് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ റിസീവ് എനി പബ്ലിക് ഫണ്ട്സ്. നോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചൈൽഡിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. എനി വൺ എൽസ് എന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വേറെ ആരെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യുന്ന ചോദിക്കും. അപ്പോൾ നമുക്ക് ചൈൽഡിനെയും കൂടെ ആഡ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും കുഞ്ഞിൻ്റെ BRP ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചോദിക്കുന്നത് വേറെ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആരെങ്കിലും പബ്ലിക് ഫണ്ട്സ് റിസീവ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ സ്കിൽഡ് വർക്കർ വിസ അനുസരിച്ച് നമ്മുടെ ഡിപ്പെൻഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ, അതായത് ഡിപ്പെൻഡൻറ്റ് പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ചൈൽഡിനോ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതിന് നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വരും. അതിനുശേഷം പിന്നെ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് ഒരു 3,385 pounds ആണ്. അതായത് ഈ ഒരു 2024 ഫസ്റ്റ് ആ മന്ത്സിലൊക്കെ അത്രയാണ് ആയത് കേട്ടോ. അപ്പോൾ അത്രയും പൗണ്ട്സ് ആകും. പിന്നെ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് സെറ്റ് ഒ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇനിഷ്യലി സെറ്റ് എം എന്ന് പറഞ്ഞ ഫോമായിരുന്നു ഫില്ല് ചെയ്തത്. അത് കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും നമ്മളിതായിട്ട് പോകേണ്ട. നമ്മൾ സെറ്റ് ഒ, അതായത് നമ്മുടെ പാർട്ട്ണർ ഏത് ഫോമാണോ ഫില്ല് ചെയ്തത് സെയിം കൈൻഡ് ഓഫ് ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് ഒ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ, എസ്പെഷ്യലി സ്കിൽഡ് വർക്കർ വിസയുള്ളത്. പിന്നെ കൺസെൻറ്റ് യെസ് കൊടുത്തു. ഐ വിൽ പ്രൊവൈഡ് ഡിക്ലറേഷൻ സൈൻഡ് ബൈ മീ ടു കൺഫേം മൈ കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്സ്. യെസ് കൊടുത്തു. പിന്നെ ഈസ് ദ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് ഓർ യൂട്ടിലിറ്റി കമ്പനി ഓഫ് വിച്ച് യു ഹാവ് സപ്ലൈഡ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ ഹെൽഡ് ജോയിൻലി ബൈ യു ആൻഡ് അതർ പീപ്പിൾ. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പേരിലാണ് ബാങ്ക് അക്കൗണ്ടൊക്കെ എങ്കിൽ നമ്മുടെ ഇപ്പം എന്താ പറയുക, നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മുടെ രണ്ട് പേരുടെയും കൺസെൻറ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫർമേഷൻ ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഡസ് ദ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് ഓർ യൂട്ടിലിറ്റി കമ്പനി ഫോർ വിച്ച് യു ഹാവ് സപ്ലൈഡ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ റിലേറ്റ് ടു അനദർ പേഴ്സൺ ഹു ഈസ് ടു പ്രൊവൈഡ് യുവർ ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പോൾ നമുക്കിപ്പം ഒബ്വിയസ്ലി നമ്മുടെ പാർട്ട്ണർ, അതായത് മെയിൻ ആപ്ലിക്കൻ്റാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് തരുന്നതെങ്കിൽ അവരുടെ എന്താ പറയുക, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതായത് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ വെക്കാനുണ്ട്. അപ്പോൾ എസ് എന്ന് കൊടുക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബൈ ടിക്കിംഗ് ദിസ് ചെക്ക് ബോക്സ് ഐ എം ഗിവിംഗ് കൺസെൻറ്റ് ടു വെരിഫിക്കേഷൻ ചെക്ക്. ഐ വിൽ പ്രൊവൈഡ് എ ഡിക്ലറേഷൻ സൈൻഡ് ബൈ ഈച്ച് ഓഫ് ദ കസ്റ്റമേഴ്സ് ഓൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ഓർ യൂട്ടിലിറ്റി കമ്പനി റിലേറ്റിംഗ് ടു വൺ അനദർ പേഴ്സൺ ഹു ഈസ് ടു പ്രൊവൈഡ് മീ വിത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പോൾ നമ്മളൊരു കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക, ഇത് നമ്മുടെ ഡാറ്റാസ്, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ വൈഫ്, അപ്പോൾ ആർക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അവരുടെ പാർട്ട്ണർ, അത് മെയിൻ ആപ്ലിക്കൻ്റ് ഒരു സൈൻ ചെയ്യാനുണ്ട്, ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ ലേറ്റർ ഓൺ പറയാം കേട്ടോ. അത് എസ് എന്ന് തന്നെ കൊടുക്കുക. ബൈ സെൻഡിംഗ് ദിസ് ആപ്ലിക്കേഷൻ യു കൺഫേം ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ് ആൻഡ് ബിലീവ് ദ ഫോളോയിങ്സ് ആർ കറക്റ്റ് എന്ന് ചോദിക്കണം. അത് എസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ, പിന്നെ ഓൾസോ ദ ആപ്ലിക്കേഷൻ വിൽ ബി പ്രോസസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രൈവസി പോളിസി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ. If false information is given, the application will be refused and the applicant may be banned from the UK and prosecuted. പിന്നെ ഐ ആം ദ ആപ്ലിക്കൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതിപ്പം ആപ്ലിക്കൻ്റ് ഇപ്പം വലിയ ആളാണല്ലോ, അപ്പോൾ പുള്ളി തന്നെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഐ ആം ദ ആപ്ലിക്കൻ്റ് കൊടുത്താൽ മതി. അല്ലെ ചൈൽഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടെ വരും. ഓൺ ബിഹാഫ് ഓഫ് ചൈൽഡ്, പാരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയനാണ് സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 18 years above, ആ ഏതെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഫോം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 3 പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ളത്, പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3 എന്ന് പറഞ്ഞ് 3 കൺസെൻറ്റ് ഫോംസ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനകത്ത് പാർട്ട് ഫോമിൽ ഫ്രം ദ ആപ്ലിക്കൻ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കൻറ്റിൻ്റെ ഫുൾ നെയിം, അഡ്രസ്സ്, പിന്നെ പോസ്റ്റ് കോഡ്, ആപ്ലിക്കൻ്റ് സിഗ്നേച്ചർ, ഡേറ്റ്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് എഴുതി ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം സെക്കൻഡ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെൻറ്റ് ഫോർ ഹോം ഓഫീസ് ടു വെരിഫൈ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ എനി ഇൻഫർമേഷൻ ഓർ ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡഡ്, ഇപ്പോൾ നമ്മുടെ കൗൺസിൽ ടാക്സോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ എല്ലാം നമ്മുടെ പാർട്ട്ണറുടെ പേര് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ഈവൻ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജോയിൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതിലൊക്കെ നമ്മുടെ വൈഫിൻ്റെ പേരുണ്ടെങ്കിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ജോയിൻറ്റ് ഓണർ, അപ്പം അവരുടെ കൺസെൻറ്റ് വേണം നമ്മളിപ്പോൾ എന്തെങ്കിലും വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേര്, അതായത് ഇപ്പോൾ മൈ ഹസ്ബൻഡാണ് ആപ്ലിക്കൻ്റെ പേരാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഫോമിൽ നമ്മുടെ പേര്, ഓക്കെ, നമ്മുടെ പേര് കൊടുക്കുക. പിന്നെ പിന്നെ നമ്മുടെ പോസ്റ്റ് കോഡ്, സിഗ്നേച്ചർ, ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു വെരിഫൈ ഇൻഫർമേഷൻ ഫ്രം തേർഡ് പാർട്ടി സ്പോൺസർ. ഇപ്പോൾ നമ്മളാണ് അവരെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ, ബാങ്ക് അത് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പേര് എഗെയിൻ ഒന്നും കൂടി ഇട്ട് പിന്നെ നമ്മുടെ സിഗ്നേച്ചറും ഡേറ്റും അതൊന്നും കൂടെ വയ്ക്കും. ഓക്കെ, അത് ജോയിൻറ്റ് ഹോൾഡർ ആണെങ്കിൽ മാത്രം വെച്ചാൽ മതി, അതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതും കൂടെ വെച്ചായിരുന്നു കേട്ടോ. ചെക്ക് ലിസ്റ്റിൽ അവർ മെയിനായിട്ട് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. അതിനകത്ത് ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇപ്പോഴത്തെ പുതിയൊരു അനുസരിച്ച് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല. അതൊന്നുകൂടെ കൺഫേം ചെയ്യണം കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് എവിഡൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി പാസ്പോർട്ട്, അതായത് ആപ്ലിക്കൻ്റെ പാസ്പോർട്ട് വേണം. പിന്നെ ഈ പറഞ്ഞ കൺസെൻറ്റ് ഫോംസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സൈൻ ചെയ്യണം. പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് ഒറിജിനൽ തന്നെ വേണം കേട്ടോ. പിന്നെ എവിഡൻസ് ഓഫ് ആപ്ലിക്കൻസ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, അതായത് BRP, അത് ഒറിജിനൽ തന്നെ വേണം. പിന്നെ അതിനുശേഷം എന്താ പറയുക, നമ്മുടെ പാസ്പോർട്ട്, പിന്നെ BRP, കറണ്ട് BRP വേണം. പിന്നെ പാസ്പോർട്ടിൻ്റെ ഓൾ പേജസ്, പ്രീവിയസ്ലി പാസ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയും എല്ലാ പേജും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒറിജിനൽ പാസ്പോർട്ടും BRPയും ഈ ഡൗൺലോഡ് ചെയ്ത ഫോംസൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോകാൻ വേണം. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന, അതായത് ഇപ്പം ഹസ്ബൻഡിനും വൈഫിൻ്റെയും റിലേഷൻഷിപ്പ് കാണിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് താമസിക്കുന്നപ്പോൾ നമ്മുടെ 2 പേരുടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ബില്ല് വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത് നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി പാർട്ട്ണർക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേ സ്ലിപ്പ്, അതായത് ലാസ്റ്റ് 1 month പേ സ്ലിപ്പ് മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു 3 months പേ സ്ലിപ്പ് വെച്ചായിരുന്നു, ഹസ്ബൻഡിൻ്റെ പേ സ്ലിപ്പ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഇനി എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വേണമെങ്കിൽ അതും വയ്ക്കാൻ വേണമെങ്കിൽ, കാരണം നമുക്ക് സ്റ്റേബിളായിട്ടൊരു ജോലി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഡോക്യുമെൻറ്റ്സ് വയ്ക്കേണ്ടത്. പക്ഷേ മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആയിട്ടുള്ള അവർ പറഞ്ഞേക്കുന്ന എല്ലാ ബോക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പേ സ്ലിപ്പ്, യൂട്ടിലിറ്റി ബില്ല്. ഓക്കെ, അത് നിങ്ങൾ പിന്നെ ഇപ്പോൾ ഒരു ഫ്യൂ മന്ത്സ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ ന്യൂ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ന്യൂ ഏരിയയിൽ താമസിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രീവിയസും കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്തേക്കുക. കാരണം നമ്മുടെ ഇത് 5 years ആണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പ്രീവിയസ് അഡ്രസ്സിലുള്ള കൗൺസിൽ ടാക്സും, അതായത് നമ്മുടെ പേരുണ്ടാവുമല്ലോ 2 പേരുടെയും, അപ്പോൾ അത് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ വയ്ക്കുക. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, അതായത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഓൾ ദ പാസ്പോർട്ട്, കറണ്ട് പാസ്പോർട്ട്, പ്രീവിയസ് പാസ്പോർട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് BRP, ഓൾഡ് BRP, പിന്നെ വിസ ഇനിഷ്യൽസ് 2 പേരുടെയും, പിന്നെ 2 പേരുടെയും കൺഫർമേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, എൻ്റെ COS, അതായത് നമ്മൾ ഒരു COSൻ്റെ റെഫറൻസ് നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, ആ COS, അതായത് റീസെൻറ്റ് COS, പിന്നെ അതിന് പ്രീവിയസ് യൂട്ടിലിറ്റി ബില്ല്, കറണ്ട് യൂട്ടിലിറ്റി ബില്ല്, കൂടാതെ എൻ്റെ ഒരു പേ സ്ലിപ്പും ഹസ്ബൻഡിൻ്റെ 6 പേ സ്ലിപ്സും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ BRP ചോദിക്കും. പിന്നെ അതിനുശേഷം കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൽ, അതായത് എസ്പെഷ്യലി ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പാരൻറ്റിൻ്റെ 2 പേരുടെ നെയിമുണ്ട്, അപ്പോൾ അത് റിലേഷൻ കാണിക്കാൻ അത് മതി. പിന്നെ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ILR ഡിപ്പെൻഡൻറ്റ്, അതായത് പാർട്ട്ണറോ അല്ലെങ്കിൽ ചൈൽഡിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പാർട്ട്ണറിന്, അതായത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം കോസ്റ്റാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കൊച്ചിന് വരുമ്പോൾ ഇതിനെക്കാട്ടും കൂടും. കാരണം കൊച്ചിന് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം അറ്റ് പ്രസൻറ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിനും കൂടി അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ വിസ ഓൾറെഡി നാട്ടിലാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് നമ്മൾ ILRന് അപേക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഞാൻ ചെയ്തേക്കുന്നത് വിസ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവൻ്റെയും ഈ ഏപ്രിലായപ്പം അവൻ്റെയും എന്താ പറയുക BRP എക്സ്പയറായി. അപ്പോൾ അത് എക്സ്പയർ ആകുന്നതിന് മുന്നേ ഞാൻ അവന് വിസ എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അവന് പിന്നെ എന്താ പറയുക ILR കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. വിസ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 and something pounds ഉള്ളൂ. നമ്മളതുകൊണ്ട് ILR എടുത്തില്ല, ILR കുഞ്ഞിനെടുത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം അവർ പറയും മെയിനായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ചേർത്ത് കഴിയുമ്പോൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് പറയാം എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത്, മാൻഡേറ്ററി എന്തൊക്കെയാണ്. പിന്നെ സപ്പോർട്ടീവ് മെയിൻലി കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ ആ കുഞ്ഞിനെ നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം, അതായത് പാരൻറ്റിൻ്റെ, ഇപ്പോൾ ഏത് പാരൻ്റാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഹസ്ബൻഡിന് വെക്കുന്നുണ്ടല്ലോ ഡീറ്റെയിൽസൊക്കെ, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെയും കൂടെ
അത് ജോയിൻ്റ് ആയിട്ട് അത് ചെയ്തോളൂ, അത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതും പിന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ ILR സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതും കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് അവിടെ പറയും, നിങ്ങൾ എത്ര MBയിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഓരോ ഡീറ്റെയിൽസും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതിൻ്റെ സർവീസ് എടുക്കുക, അവർ നിങ്ങൾക്ക് അത് ചെയ്തു തരും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എക്സ്ട്രാ വീട്ടിൽ പേയ്മെൻറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും ഫോമിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതാണ് എനിക്ക് കിട്ടിയ ഫോം. പിന്നെ സെറ്റ് O ആണ് ഞാൻ ഫോം ചൂസ് ചെയ്തത്. സെറ്റ് M ഞാൻ ആദ്യം ഫില്ല് ചെയ്തായിരുന്നു, പക്ഷേ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. അപ്പം ഞാൻ മുന്നേ ചെയ്ത എന്താ പറയുക ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് ഈ സെറ്റ് O ആണ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രീവിയസ് എൻ്റെ ILR ആപ്ലിക്കേഷൻ്റെ ഫോം ചെക്ക് ചെയ്തപ്പോൾ അതും സെറ്റ് O ആണ്. അപ്പം ആ സെറ്റ് O തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതിൽ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ. വലിയ അഡ്വൈസ് ഒന്നും എനിക്ക് തരാൻ പറ്റില്ല, കാരണം ഞാനൊരു ഇമിഗ്രേഷൻ ഏജൻ്റ് അല്ല. ഓക്കെ, ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്തു തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഡൗട്ട്സൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതുപോലത്തെ ഡൗട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കൂടുതൽ അഡ്വൈസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊരു ഇമിഗ്രേഷൻ ലോയറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിൽ വേറെ ഇഷ്യൂസും ഫർദർ ഇഷ്യൂസും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.